നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് തയ്യാറാക്കിയാലോ? നല്ല പിങ്ക് കളറിലുള്ള ബീട്രൂട്ട് പുട്ട്. കാഴ്ചയ്ക്ക് മാത്രമല്ല കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണിത്. കുട്ടികളൊക്കെ എപ്പോ കഴിച്ചെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ വേഗം തന്നെ ഇതെങ്ങനെയാണ് ചെയ്തത് എന്നൊന്ന് കണ്ടു നോക്കൂ. വേണ്ടിട്ട് ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടി, ഇൻസ്റ്റന്റ് പുട്ടുപൊടി, തരിയായിട്ടുള്ള പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുട്ടിന്റെ ഒരു ഉപ്പ് വേണ്ടേ, അതിനുള്ളത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക്, അതായത് തേങ്ങയൊക്കെ ചേർത്ത് പുട്ടുണ്ടാക്കുമ്പോൾ ചിലർക്ക് നെഞ്ചരിച്ചില് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനൊരു പരിധിവരെ തടയാനാണ് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണയായിട്ട് നമ്മൾ പുട്ടുപൊടി എടുത്ത അതേ അളവിൽ തന്നെയാണ് വെള്ളം ചേർക്കുന്നത്. പക്ഷെ നമ്മൾ അതിൽ കുറച്ച് കുറവ്, അതായത് ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തൊന്ന് വെക്കാം. ബാക്കി നമ്മൾ ബീട്രൂട്ടിന്റെ പ്യൂരി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ബീട്രൂട്ടിന്റെ പ്യൂരി തയ്യാറാക്കാം. അപ്പൊ ഇതാ ബീട്രൂട്ട് പ്യൂരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ടിന്റെ പകുതി എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത്, അതായത് നമ്മൾ 1/4 കപ്പ് വെള്ളത്തിലാണ് ഒരു കപ്പ് പൊടി നനച്ച് വെച്ചേക്കുന്നത്. അപ്പൊ ബാക്കി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലോട്ട്, അതായത് നേരത്തെ കുഴച്ച് വെച്ചേക്കുന്ന പൊടിയിലേക്ക് ബീട്രൂട്ടിന്റെ പ്യൂരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയും ഏലക്കയുടെ പൊടിയും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സാധാരണ പുട്ട് ചെയ്യുന്ന പോലെ പുട്ടുകുറ്റിയിൽ ആദ്യം തേങ്ങയിട്ട് പിന്നെ നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ചിരട്ടപ്പുട്ടിന്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇത് നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ആദ്യത്തെ ബീട്രൂട്ട് പുട്ടൂടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയാണ്, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ നമുക്കിനി ബാക്കിയും കൂടെ ചുട്ടെടുക്കാം.